ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഉണക്കമീനിൻ്റെ അച്ചാറാണ് തുടങ്ങാൻ പോകുന്നത്. ചൂരമീൻ ഉണങ്ങിയതാണ്. നല്ലതായിട്ട് ഇന്നലെ വൈകിട്ട് അരിഞ്ഞിട്ട് വെച്ചതായിരുന്നു ഉപ്പ് ഇറങ്ങാൻ വേണ്ടി. രാവിലെ ഒരു 5-6 വട്ടം ശരിക്കും കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് കോരാനാണ്. അതിൻ്റെ ചേരേണ്ട സാധനങ്ങൾ കടുക്, ഉലുവാപ്പൊടിയുണ്ട്, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരിയുടെ മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമുണ്ട്. നമുക്ക് ഇതെല്ലാം മീനൊന്ന് വറുത്ത് കോരണം നല്ലെണ്ണയ്ക്കകത്ത്. നമുക്കിത് തുടങ്ങാം. എന്നാൽ അടുപ്പൊന്ന് ഓണാക്കട്ടെ. പാത്രം ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് ഈ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ വറുത്ത് കോരണം. നമ്മൾ പച്ചമീൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. എണ്ണ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി നമുക്ക് ഈ മീൻ വറുത്ത് കോരാം. അതിൻ്റെ അകത്ത് നല്ലോണം മീൻ വറുത്ത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ മീൻ പൊടിയുവേ, ഇല്ലെങ്കിൽ അച്ചാറാണ് പൂത്തും പോകും. നനവുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ വാങ്ങി കോരിയെടുക്കാം. തലേദിവസം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഈ വെള്ളം പിടിക്കും. അതുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ വെള്ളം പോകണം, ഇല്ലെങ്കിൽ അച്ചാറങ്ങ് പൂത്തു പോകും. ഇരിക്കുകയല്ലോ ഒത്തിരി ദിവസം. ഇങ്ങനെ ഇരിക്കണം, നല്ലതായിട്ട് വറുത്ത് മൂത്ത് നല്ല രീതി ഇരിക്കണം. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒന്നുകൂടെ സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ച് വാരി നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. സ്വല്പം കരിയാപ്പില നേരത്തെ കഴുകി വെച്ചേക്കുന്നത്. ആദ്യം കരിയാപ്പില ഇട കരിഞ്ഞു പോകുന്നോർത്താണേ. ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് ഒരു ചുമന്ന നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാമേ. സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം മൂത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇടുവാണേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഇച്ചിരി കുറച്ചിടും. നമ്മൾ നല്ലെണ്ണ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഈ ഉണക്കമീൻ വറുത്തതിൻ്റെ എണ്ണമയം ഉള്ളതുകൊണ്ടാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത് മൂത്തിട്ടാട്ടെ അതിനെ ഇച്ചിരി പതയായിട്ട് വരുന്നത്. ആ ഇഞ്ചിക്കകത്തും വെള്ളമയം ഉണ്ടായിരുന്നു. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആ മീനൊന്നേ അത് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. മീൻ വലിയ ഉപ്പില്ല, എന്നാലും ഇച്ചിരി ഇട്ടാൽ മതി. നല്ലതായിട്ട് ഇളക്കി ഈ ഗ്രേവി നല്ലതായിട്ട് നമുക്ക് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ.
ഇത് എത്ര ദിവസം വേണേലും ഇരിക്കും. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതിരുന്നാൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എല്ലാവരും അച്ചാറൊക്കെ ഇടുന്നതല്ലേ. നനഞ്ഞ സ്പൂൺ ഇട്ടിരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പം ആ പത പോയി. ഇതിന് മുമ്പേ നമ്മൾ ആ ഇഞ്ചിയൊക്കെ നനവുള്ളതുകൊണ്ട് വിട്ടതിൻ്റെയാണ് നല്ലെണ്ണയ്ക്കകത്ത് ആ പതയായിട്ടിരുന്നത്. നല്ലതായിട്ട് നമുക്കിത് ഈ അരപ്പ് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറണം. നമ്മൾ വേറെ ഈ മീനിടേണ്ടതല്ലേ. ഇപ്പം മീനിടുവാണേ. കരിയാപ്പിലയും കൂടെ നേരത്തെ ഇട്ട് തന്നാലും ഒരു 5-6 കരിയാപ്പിലയും കൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ടു. സ്റ്റവ് നിർത്തുക. അച്ചാർ റെഡിയായേ. നമുക്ക് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ചൂടല്ലേ. നമ്മുടെ മീനച്ചാർ റെഡിയായി. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. സൂപ്പറാണ്. ഉപ്പില്ല, ചേരൻ്റെ എല്ലാം ചേർത്ത് നേരത്തെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാവരും വെച്ച് നോക്കി കഴിച്ച് നോക്കണം. അടിപൊളിയാണ്. ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അടിക്കണം. വീണ്ടും നാളെ ഒരു കുക്കിങ്ങായിട്ട് വരുന്നതാണ്. ഓക്കെ.